പ്രയാഗ്രാജ് കുംഭമേളയിലേക്ക് ജനങ്ങളുടെ മുഴുവൻ ശ്രദ്ധ. യഥാർത്ഥത്തിൽ ശബരിമലയുമായി താരതമ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും ശബരിമലയുമായി താരതമ്യപ്പെടുത്തുന്നത് ഈ വീഡിയോയിലൂടെ ശബരിമലയുടെ ഉത്തരവാദിത്വം പേറുന്ന ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ടുന്ന സംഗതികൾ കുംഭമേളയിൽ കാണുന്നത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സേവനം മുഴുവൻ ഫ്രീ, വാട്ടർ അതോറിറ്റിയുടെ സേവനം മുഴുവൻ ഫ്രീ. 1-2 സ്ഥലത്തല്ല, 40 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള കുംഭമേള നഗർ അഥവാ പ്രയാഗ്രാജ് നഗർ ഒരു ജില്ലയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ വന്നെത്തുന്നവർക്ക് മുഴുവനും എന്തെല്ലാം സൗജന്യം നൽകാൻ കഴിയും എന്നാലോചിച്ച് ഗവൺമെൻറ് തന്നെ 7000 മുതൽ 8000 കോടി രൂപ ചെലവ് ചെയ്തെടുത്ത് അവർക്ക് വരുന്ന വരുമാനം എന്ന് പറയുന്നത് ഏതാണ്ട് 2 ലക്ഷമോ 3 ലക്ഷമോ കോടി രൂപയാണ് എന്ന് മനസ്സിലാക്കണം. വെറും 10,000 പേര് വേണ്ട, 1 ലക്ഷം പേരിൽ താഴെയുള്ള ജനക്കൂട്ടത്തെ ഒരു ദിവസം വരുന്നവരെ നിയന്ത്രിക്കാൻ കേരള സർക്കാർ പെടുന്നത് കാണുമ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഇവിടെ വന്ന് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പരിഹാസമാണ് അവരോട് തോന്നുന്നത് എന്ന നഗ്നസത്യം കൂടി തുറന്നു പറയുകയാണ്. 1 കോടി ആളുകളാണ് ഒരു ദിവസം അവിടെ വന്നെത്തുന്നത്. കേവലം 46 ദിവസം കൊണ്ട് 50 കോടിയോളം ആളുകൾ ഇവിടെ എത്തുന്നു എന്ന് പറഞ്ഞാൽ ആലോചിച്ചു നോക്കുക. 1 ലക്ഷത്തിലേറെ 1.5 ലക്ഷത്തോളം സാധാരണ രീതിയിലുള്ള ശുചീകരണ വ്യവസ്ഥ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ലാട്രിൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ സ്നാനഘട്ടം ഒരേ സമയത്ത് കുളിക്കാനായിട്ട് വന്നെത്തുന്നവർക്ക് 10 ലക്ഷത്തിലേറെ ആളുകൾക്ക് ഒരേ സമയം സ്നാനഘട്ടത്തിൽ ഉൾപ്പെടാനായിട്ട് സാധിക്കുന്നു. ഇത്രയും വിപുലമായ കാര്യങ്ങൾ ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉത്തർപ്രദേശ് ഗവൺമെൻറ്റിനെ അവിടെ നിന്നും കൊണ്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വിമർശിക്കാതിരിക്കാം. പക്ഷേ കേരള ഗവൺമെൻറ് ഡെലിഗേഷനായിട്ടെങ്കിലും വന്ന് ഇവിടുത്തെ ഈ കുംഭമേളയുടെ ഫെസിലിറ്റീസ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് കാണണം. ഗംഗയെ ക്രോസ് ചെയ്തുകൊണ്ട് 30 പാലങ്ങളാണുള്ളത്. ആ 30 പാലങ്ങൾ എന്ന് പറയുന്നത് എല്ലാം ടെമ്പററി പാലങ്ങളാണ്, ഒന്നുപോലും പെർമനൻ്റ് ആയിട്ടുള്ളതല്ല. ഈ ടെമ്പററി പാലം വഴി ഉപയോഗപ്പെടുത്തുന്നത് എത്ര കോടി ആളുകളാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നറിയണം. അപ്പോൾ ലോകത്തിന് മാതൃകയായി അച്ചടക്കത്തോടെ ഈ നമ്മുടെ ആധ്യാത്മികതയുടെ പരിവേഷം എന്ത് എന്ന്, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ആധ്യാത്മികതയുടെ പൂർണ്ണതയായി കണ്ടെത്താൻ സാധിക്കണമെങ്കിൽ അത് കുംഭമേളയിലൂടെയാണ്. 144 വർഷം കൂടുമ്പോൾ ഇനി വരാൻ പോകുന്ന കുംഭമേള 2169 മഹാകുംഭമേള വരാനുള്ളത്. ഈ തലമുറയില്ല, അടുത്ത തലമുറയില്ല, അതിൻ്റെ അടുത്ത തലമുറയില്ല. മൂന്നാമത്തെ തലമുറ എന്ന് പറഞ്ഞാൽ 2100 ശേഷം ജനിക്കുന്ന ആളുകൾക്ക് മാത്രം പങ്കാളിത്തം കിട്ടാൻ പോകുന്ന ആ ഇതിനെക്കുറിച്ച് സ്വപ്നം പോലും കാണാൻ ഈ തലമുറയ്ക്ക് കഴിയുന്നില്ല എങ്കിൽ കേരളം ഇന്നും കൂപമണ്ഡൂകത്തിൽ തന്നെ ആയിട്ട് കഴിയുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ തരമില്ല. അതുകൊണ്ട് തന്നെ അവിടുന്നൊരു ഗവൺമെൻറ് ഡെലിഗേഷൻ ഇനിയുമുണ്ട് ദിവസങ്ങൾ ഇവിടെ വന്ന് ഇതൊന്ന് കാണണം എന്നുള്ളതാണ് ബഹുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ഏവർക്കും നന്ദി, നമസ്കാരം.